ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പാർവതി വ്ളോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ മാസം എൻ്റെ ഗ്രാജുവേഷനാണ്. അപ്പം അതിനുള്ള തുണിയൊക്കെ വേണമല്ലോ. അപ്പം നമ്മൾ അതിനുള്ള തുണി എടുക്കാനായിട്ട് കോട്ടയം പോവാണ്. അപ്പം എൻ്റെ മനസ്സിൽ കുറച്ച് റെഫറൻസ് ഒക്കെ ഉണ്ട്. അതനുസരിച്ച് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം അതനുസരിച്ച് നമുക്ക് നോക്കണം കിട്ടുമോ എന്ന്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ മെറ്റീരിയൽ പോയെടുത്ത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും. അല്ല, ഞാനല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, പുറത്തു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. അപ്പം അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പം നമുക്ക് കോട്ടയം പോകണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയും വരുന്നുണ്ട്, ജെറിയും വരുന്നുണ്ട് കൂടെ. അപ്പം ഞങ്ങൾ രണ്ടും കൂടെയാണ് പോകുന്നത്. ബസ്സിന് വേണം പോകാൻ. അപ്പം രാവിലെ ഇറങ്ങണം. അപ്പം ഞാൻ രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ പോകണ്ടോ. അപ്പം നമുക്കിനി പോവാം. പോകുന്ന വഴിക്കത്തെ കാഴ്ചയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. രാവിലെ തന്നെ മോഹമൊക്കെ ഒരു കെട്ടുണ്ട് തീർത്ത്. അപ്പം ഞാൻ ബാക്കി പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അങ്ങനെ നേരെ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ഞാൻ ഇറങ്ങും കേട്ടോ. നമുക്ക് ബസ് സ്റ്റോപ്പിലോട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതെനിക്ക് പണ്ടേ മടിയുണ്ട്. അച്ഛനോട് ഒന്ന് കൊണ്ടുവിടാമെന്ന് ചോദിച്ചു. അങ്ങനെ അച്ഛൻ തന്നെ അച്ഛൻ്റെ ഗുഡൂഡ വണ്ടിയിൽ നമ്മൾ നേരെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ വിട്ടു. 5 മിനിറ്റ് ബസ് സ്റ്റോപ്പിൽ നിന്നതേ ഉള്ളൂ. എനിക്ക് അപ്പോഴത്തേനും ബസ്സും കിട്ടി. ഞങ്ങൾ അങ്ങനെ ബസ്സിലും കയറി. ഞാൻ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ, കാരണം നാട്ടുകാർ പേടിച്ചോടണ്ടല്ലോ. അങ്ങനെ ആദ്യം പോയത് സ്റ്റൈലൂണിലോട്ടാണ്. അവിടെ ഡ്രസ്സ് കിട്ടിയെന്ന് ചോദിച്ചാൽ കിട്ടി, പക്ഷേ നൂഡിൽസ് സ്ട്രാപ്പായതുകൊണ്ട് ഞാൻ ഇടത്തില്ല. അതുകൊണ്ട് അങ്ങ് വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ മാക്സ്, പാൻറ്റലൂൺസ്, യൂസ്റ്റ, വെസ്റ്റ് സൈഡ് എല്ലാം കയറി. പക്ഷേ അവിടെ ഒന്നും ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് ഡ്രസ്സില്ലായിരുന്നു. പിന്നെ നമ്മൾ പ്രതീക്ഷ കൈവിടരുതല്ലോ. അങ്ങനെ നേരെ ഞങ്ങൾ ഷീമാട്ടിയിലോട്ട് പോയി. അങ്ങനെ വേണ്ട ആദ്യമേ ഈ ഒരു ഡ്രസ്സ് അങ്ങ് എടുത്തിട്ടു. പക്ഷേ ഇതിൻ്റെ കൈക്ക് ഭയങ്കര നീളമായിരുന്നു. ആ ഒറ്റ കാരണത്താൽ ഞാൻ ഈ ഡ്രസ്സ് അങ്ങ് വേണ്ടെന്നങ്ങ് വിചാരിച്ചു. പിന്നെ ഓർത്തു പ്രതീക്ഷ കൈവിടരുത്, നമ്മൾ പിന്നെയും നോക്കണം. പിന്നെ വേറൊരു ഡ്രസ്സ് അങ്ങ് എടുത്തിട്ട് നോക്കി. ഇത് നല്ലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കഴുത്ത് ഭയങ്കര ഡീപ്പായിപ്പോയി. പിന്നെ വലിയ ഇറക്കവും ഇല്ലായിരുന്നു. ഇത് കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതും വേണ്ടെന്ന് വെച്ചു. ചുമ്മാ ഒരു രസത്തിന് വേറെ കളറും ഇട്ടങ്ങ് നോക്കി. പക്ഷേ ഇവിടെ നിന്നൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ നേരെ പുളിമൂട്ടിലോട്ട് പോയി. രണ്ട് ഈ ഒരു ഡ്രസ്സ് അങ്ങ് എടുത്തിട്ട് നോക്കി. ഇതിട്ടപ്പോഴേ എനിക്ക് ഏതാണ്ട് പോലെ തോന്നി, ഒരു ഹിമക്കരടീനെ പോലെ. പിന്നെ അതും ഇത് ഊരി വെച്ച് ഞാനങ്ങ് നർമ്മദയിലോട്ട് പോയി. നർമ്മദയിൽ നിന്ന് നമ്മൾ പിന്നെ മെറ്റീരിയലാട്ടോ എടുത്തത്. അതാണ് നമുക്ക് ഇഷ്ടത്തിനങ്ങ് തയ്പ്പിക്കാമല്ലോ. അങ്ങനെ ഇതായത് ഞങ്ങൾ കഴിക്കാൻ വന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 ഷേക്കും കുറച്ച് ലോഡഡ് ഫ്രൈസൊക്കെ വാങ്ങിച്ചു. ഞാനൊരു സ്പാനിഷ് ഡിലൈറ്റും അവളൊരു വാനില ഫ്ലേവറും വാങ്ങിച്ചു. നല്ലതായിരുന്നു കേട്ടോ. പക്ഷേ ഈ ലോഡഡ് ഫ്രൈസിനാണെങ്കിൽ ഭയങ്കര ചീസായിരുന്നു. കണ്ടില്ലേ, എനിക്കാണെങ്കിൽ ഒത്തിരി ചീസിരുന്നു ഇഷ്ടമല്ല. കുറച്ചൊക്കെ ആവാം. പിന്നെ അവിടെ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ മാക്സിൽ പോയി ഷൂസ് വാങ്ങി. പക്ഷേ വീഡിയോ എടുത്തില്ല. പാമ്പാടി തിരിച്ച് വന്നിട്ട് പിന്നെ പൂച്ചയ്ക്കുള്ള ഫുഡും പിന്നെ അവൾക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും വാങ്ങിച്ച് ഞങ്ങൾ മീൻകടയിൽ കയറി മീനും വാങ്ങിച്ചിട്ട് നേരെ നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ജെർണി ഇന്നത്തെ ട്രിപ്പ് അതെ, എത്ര കടയിൽ കയറി വെള്ളം കുടിക്കാൻ വന്നു. അങ്ങനെ വേണ്ടേ ഞങ്ങൾ കുറച്ച് നാരങ്ങ വെള്ളവും വാങ്ങിച്ച്, കുറച്ചല്ല 2 നാരങ്ങ വെള്ളവും വാങ്ങിച്ച് പിന്നെ അവിടെ റെസ്റ്റ് ചെയ്തു കുറച്ച് നേരം. ഫാനൊക്കെ കൊണ്ട് എത്ര ദൂരാന്ന് വെച്ചാൽ ഇങ്ങനെ നടക്കുന്നതെന്ന് ഓർത്ത്. പിന്നെ ഇതും കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോകുമെന്ന് വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗായ്സ്.